ഈ സീസണിൽ എല്ലായിടത്തും പകർച്ചവ്യാധികൾ, ഡെങ്കിപ്പനി, നിപ്പ വൈറസ്, പകർച്ചപ്പനികളെല്ലാം ഇടങ്ങളിലുമുണ്ട്. എല്ലാം ഒരു പകർച്ചയാണ്. എവിടെയും നോക്കിയാൽ എല്ലാം ഒരു പകർച്ചയാണ്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് സംഭവമാണ്. അതായത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്, അവൻ്റെ ഒരു പകർച്ചയാണ് ഈ കാണുന്നത്. രോഗങ്ങളിലൂടെ ജനങ്ങളെ ഒതുക്കിക്കളയുക. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എല്ലാവർക്കും ഒരു പകർച്ചയായിരുന്നു. എന്താണ്? അഗ്നിയുടെ സ്നാനം. ആ പകർച്ചയായിരുന്നു. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവിൻ്റെ തീക്കകത്ത് മുക്കിയെടുക്കുമെന്ന്. അതിൻ്റെ അർത്ഥം, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളുടെ തീയെ മാറ്റിക്കളയുക. അഗ്നി നരകത്തിൻ്റെ തീയെ നിങ്ങളിൽ നിന്ന് ക്യാൻസൽ ചെയ്തിട്ട് സ്വർഗത്തിൻ്റെ തീ കൊണ്ട് നിങ്ങളെ മുക്കും. ആ തീക്കകത്ത് നിങ്ങളെ മുക്കും. നരകത്തിൻ്റെ തീയെ ക്യാൻസൽ ചെയ്യും. കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ കരുണ അതാണ്. അതുകൊണ്ട് പിശാച് ഒരു വശത്തൊരു പകർച്ചയിടുമ്പോൾ, നമുക്കറിയാം ചൈനയിലെ വുഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരാളിലാട്ടെ ആരംഭിച്ച ഈ കൊറോണ എന്ന വൈറസ് ലോകത്തെ മുഴുവനും കീഴടക്കി കളഞ്ഞു. പകർച്ചവ്യാധിയിലൂടെ സാമ്പത്തിക നഷ്ടം, മരണം, തകർച്ചകൾ, കുടുംബങ്ങൾ തകർന്നു, ജോലി നഷ്ടപ്പെട്ടു, എന്തെല്ലാം പ്രശ്നം ചെയ്തു. എന്നാൽ ഇതിനെ അതിജീവിക്കുന്ന ഒന്നേ ഉള്ളൂ, ആത്മപകർച്ച. ആത്മപകർച്ചയുടെ പേരാണ് റിവൈവൽ. റിവൈവലിൻ്റെ പ്രത്യേകത, എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെടും, എല്ലാവരും സൗഖ്യത്തിലേക്ക് വരും, എല്ലാവരും വിടുതലിലേക്ക് വരും, എല്ലാവരും ദൈവത്തിങ്കിലേക്ക് നോക്കും, എല്ലാവരും കർത്താവിങ്കിലേക്ക് തിരിയും. പാപബോധം വന്ന് ജനങ്ങൾ യേശുവേ എന്ന് വിളിക്കും. ഒരു പകർച്ചയാണ്, ഉണർവിൻ്റെ പകർച്ച. അത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ, നമ്മുടെ വീടുകളിൽ ഉണ്ടാകട്ടെ. പിശാചിൻ്റെ പകർച്ചയെ അതിജീവിക്കുന്ന ആത്മപകർച്ച, പരിശുദ്ധാത്മ പകർച്ച യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. സ്തോത്രം ചെയ്യും ഞാൻ നിന്നെ, വംശങ്ങളുടെ മധ്യേ കീർത്തനം പാടും നിന്നെ, ജാതികളുടെ മധ്യേ ആകാശത്തിൽ
സർവഭൂമിക്കുമീതെ നിൻ നാമം ഉയർന്നതാ. നിൻ നാമം നിൻ നാമം നിൻ നാമം നിൻ നാമം നിൻ നാമം യേശുവേ നിൻ നാമം നിൻ നാമം ഉയർന്നതാ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം നമ്മൾ വായിച്ചു. ഒന്നുകൂടി വായിക്കുന്നു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവർക്ക് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു നാളും ദാഹിക്കുകയില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിതാവ് എനിക്ക് തരുന്നതൊക്കെ എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിട്ട് വിശ്വസിക്കുന്നില്ല, കാരണം നിങ്ങളെ പിതാവ് അയച്ചതല്ല. എന്നാൽ പിതാവ് അയക്കുന്നവർ എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവർ വിശ്വസിക്കും, ഞാൻ അവരെ തള്ളിക്കളയില്ല. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന എല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരും അല്ല. അതുകൊണ്ടാണ് യേശുവിനെ അന്നുള്ളവർ പോലും വിമർശിച്ചത്. ഇതിനകത്ത് യേശു ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞതിൽ യേശുവിനെ കല്ലെറിയുന്ന ചരിത്രം വരെ ഇവിടെയുണ്ട്. കല്ലെറിയാൻ നിൽക്കുകയാണ്. കുറെ പേര് ഇട്ടേച്ചു പോയി. കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീർന്ന കുറച്ച് പേരുണ്ട്, അവരും ഇട്ടേച്ചു പോയി. അതിന്റെ കാരണം എന്താ? അവരെയും പിതാവ് തിരഞ്ഞെടുത്തതല്ല. പിതാവ് തിരഞ്ഞെടുത്തവർ അവർക്ക് ഇട്ടേച്ചു പോകാൻ കഴിയില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, കർത്താവേ, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് എവിടെ പോകാനും. എൻ്റെ പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മെ സ്വർഗസ്ഥനായ പിതാവ് യേശുവിന് കൊടുത്തതാ. പിതാവ് ആകർഷിച്ച് നമ്മെ യേശുവിൻ്റെക്ക് കൊടുത്തു. യേശു നമ്മെ രക്ഷിച്ചു, പരിശുദ്ധാത്മാവിൽ നിറച്ചു. അന്ത്യകാലത്തേക്ക്, രണ്ടാമത്തെ വരവിലേക്ക്, നിത്യതയ്ക്ക് വേണ്ടി മുദ്രയിട്ടു. പിതാവ് നമ്മെ തിരഞ്ഞെടുത്ത് ആകർഷിച്ച് പുത്രന്റെ കയ്യിൽ കൊടുത്തു. നാം സാധാരണക്കാരല്ല, നാം വളരെ വിലപ്പെട്ടവരാണ്. ഇന്ന് ജീസസ് എവരിഡേ കേൾക്കുന്ന നിങ്ങൾ സാധാരണ വ്യക്തിയല്ല, നിങ്ങൾ വളരെ വിലപിടിപ്പുള്ള വ്യക്തിയാണ്. കാരണം നിങ്ങളെ പിതാവാം ദൈവം പുത്രന്റെ കയ്യിലോട്ട് കൊടുത്തു. പുത്രൻ നമ്മെ പരിശുദ്ധാത്മാവിൽ നിറച്ചു. നമ്മൾ കുറഞ്ഞ ആൾക്കാരല്ല. പലപ്പോഴും പല വിശ്വാസികളും പറയുന്നത് കേട്ടു, പിശാജ് 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 ഭയങ്കര പോരാട്ടമാണ്. കേട്ടാ, 1/3 പേരല്ലേ പിശാചായുള്ളൂ. 2 ഭാഗം ഇപ്പോഴും സ്വർഗത്തിലെ ദൂതന്മാർ നമ്മുടെ കാവലല്ലേ. അപ്പോൾ ഈ വീണ് പോയ 1/3 കുറിച്ച് ഇങ്ങനെ പൊക്കി പറഞ്ഞിട്ട് എന്തിനാ? പിശാജ് അത് ചെയ്തു, പിശാജ് ഇങ്ങനെ ചെയ്തു, ഭയങ്കര മന്ത്രവാദമാണ്, പിശാജ് തള്ളിയിട്ടു. പിശാചിന് തന്നെ സങ്കടമാണ്. കാരണം യേശു നിങ്ങളിൽ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ നിങ്ങളെ തള്ളിയിടും? ഞാൻ നിങ്ങളെ തള്ളിയിട്ടാൽ നിങ്ങൾ യേശു കൂടി ഒന്നിച്ചല്ലേ ബാത്റൂമിലൊക്കെ വീഴുള്ളൂ. ഒറ്റക്ക് വീഴാൻ പറ്റില്ല. നമ്മുടെ ഏറ്റവും വലിയ വിഷയം അതാണ്. പിശാച് എന്നെ തള്ളിയിട്ടു, ബാത്റൂമിൽ തള്ളിയിട്ടു. പിശാച് ബാത്റൂമിൽ തള്ളിയിട്ടതല്ല. അതെ, ഈ ബാത്റൂം ഇടക്കൊന്ന് തേച്ച് കഴുകണം. അത് ഇടക്ക് തേച്ച് കഴുകി ഉണക്കിയിടണം. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ കുളിക്കാൻ കയറുമ്പോൾ തെന്നി താഴെ പോകുമ്പോൾ അത് പിശാചിൻ്റെ തലയിൽ വെക്കും. വാസ്തവത്തിൽ ബാത്റൂം മര്യാദക്ക് ഈ സോപ്പ് വെള്ളമെല്ലാം കിടന്ന് പായൽ പിടിച്ച് കിടക്കുകയാണ്. അതിനെ നമ്മളൊന്ന് തേച്ച് വരച്ച് കഴുകുക.
വീടിൻ്റെ മുറ്റത്തുനിന്ന് ഗേറ്റിൻ്റെ അടുത്തോട്ട് പോയപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കാല് തെന്നി. ഞാൻ ഗേറ്റേ പിടിച്ചതുകൊണ്ട് വീണില്ല. കാരണം അത് പിശാചല്ല, എൻ്റെ കുഴപ്പമാണ്. അവിടെ കുറച്ച് പായൽ കിടപ്പുണ്ട്. കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഒരു പാക്കറ്റ് മേടിച്ച് ഇടാഞ്ഞതാണ് കുഴപ്പം. അപ്പോൾ ആരുടെ കുഴപ്പം? പിശാചിൻ്റെ അല്ല കുഴപ്പം, എൻ്റെ കുഴപ്പം. എന്നിൽ യേശുള്ള കാലത്തോളം എന്നെ മറിച്ചിടാൻ ഇവൻ എങ്ങനെ കഴിയുമെന്നാണ്. അപ്പോൾ തെറ്റായ വ്യാഖ്യാനങ്ങളെയെല്ലാം പൊളിച്ചു കളയും. എന്നെ പിതാവ് സെലക്ട് ചെയ്ത് പുത്രൻ്റെ അടുത്ത് കൊടുത്തു. പുത്രൻ എന്നെ മകനാക്കി മാറ്റി. തന്നെ പോലൊരു കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ തന്നു. എനിക്ക് ചുറ്റും രക്ഷ പ്രാപിക്കാനുള്ള ദൂതന്മാർ, രക്ഷ പ്രാപിക്കാനുള്ളവരുടെ സേവകാത്മാക്കളായ ദൂതന്മാർ എൻ്റെ ചുറ്റുമുണ്ട്. ഞാൻ എങ്ങനെ ഇനി തകരുമെന്നാണ്. എനിക്ക് അനർത്ഥങ്ങളുണ്ടാകും, എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവരും. എന്നെ വിളിച്ച കർത്താവ്, എന്നെ തിരഞ്ഞെടുത്ത പിതാവ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചതിലും നനച്ചതിലും അധികമായിട്ട് ചെയ്യും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾക്ക് ഇല്ലെങ്കിൽ നമ്മൾ പിശാചിന് കൂടുതൽ മഹത്വം കൊടുക്കുന്നവരാണ്. പിശാച് അങ്ങനെ ചെയ്തു, പിശാച് കട്ടിലിൽ നിന്ന് തള്ളിയിട്ടു. കട്ടിലിൻ്റെ തെല്ലത്ത് ആ അരികെ പോയി കിടന്നിട്ട് തിരിഞ്ഞത് മാറിപ്പോയതാണ്, താഴെ പോയതാണ്. അങ്ങനെയുള്ളൊരു കുറച്ച് നടുക്കോട്ട് നീങ്ങി കിടക്കണം. അല്ലെങ്കിൽ കട്ടിലൊന്ന് ഭിത്തിയോട് ചേർത്തിട്ടിട്ട് ആ വശത്ത് കിടന്നാൽ മതി. അപ്പൊ പിന്നെ താഴെ വീഴില്ല. അപ്പോൾ നമ്മുടെ ജ്ഞാനം, നമ്മുടെ വിവേകം ഉപയോഗിക്കാൻ പഠിക്കണം. എന്താണ് ദൈവം നമുക്ക് തന്ന ജ്ഞാനം? ഞാൻ പുതിയ സൃഷ്ടിയാണ്, യേശുവിൽ ഞാൻ നീതിയാണ്, അവൻ എൻ്റെ ജ്ഞാനമായി തീർന്നു, അവൻ എൻ്റെ വീണ്ടെടുപ്പായി മാറി. യേശുവിൽ ഞാൻ സ്വതന്ത്രനാണ്, യേശുവിൽ ഞാൻ ശക്തനാണ്, എന്നെ പിതാവ് പുത്രന് കൊടുത്തതാണ്. യേശു പറയുകയാണ്, നിങ്ങളൊന്ന് നോക്കിയേ, എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. തരുന്നതെല്ലാം. പിതാവ് പുത്രന് കൊടുത്ത കുറേ പേരുണ്ട്, അവരെല്ലാം. അത് തന്നെയാണ് യേശു പത്രോസിനോട് പറഞ്ഞത്. ബെറിയോനെ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവ്, എൻ്റെ കുഞ്ഞാടുകളെ മയിക്കുക. അതിൻ്റെ അർത്ഥം എൻ്റെ പിതാവ് എനിക്ക് തന്നിട്ടുള്ള കുഞ്ഞാടുകളെ ഞാൻ നിന്റെ കയ്യിൽ തരികയാണ്. അതിനെ നീ പരിപാലിക്കണം, നീ അതിനെ സംരക്ഷിക്കണം. പിതാവ് എനിക്ക് തന്നത് ഞാൻ നിനക്ക് തരികയാണ്, എൻ്റെ കുഞ്ഞാടുകൾ. അല്ലാതെ നമ്മൾ നേടിയവരും നമ്മുടെ കഷ്ടപ്പാടും കഠിനാധ്വാനം കൊണ്ട് ഉണ്ടായി വന്നവരൊന്നും അല്ല സഭ. സഭ പിതാവ് പുത്രന് കൊടുത്തത്, പുത്രൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. ശ്രേഷ്ഠ ഇടയൻ കൊച്ചിടയന്മാരുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യണം. ആ ശുശ്രൂഷകൾ വളരെ വിശ്വസ്തയോടെ ചെയ്യണം. ഇവിടെ 8 മണിക്കൂർ പ്രാർത്ഥന വളരെ ദിവസങ്ങൾ പിന്നിട്ടു, 90-ലധികം ദിവസങ്ങൾ പിന്നിട്ടു. ഒറ്റ കാര്യം, ഈ ആടുകൾക്ക് വേണ്ടി അപേക്ഷിക്കണം, ഈ ആടുകൾക്ക് വേണ്ടി ജാഗരിക്കണം, ഈ ആടുകൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. ഒരു കാലത്ത് ആടുകൾ ഇടയന്മാരില്ലാതെ ചിതറിപ്പോയി. ഇന്ന് ഇടയന്മാർ ആടുകളില്ലാതെ വിഷമിക്കുകയാണ്. ആടുകൾ താൻ്റെ വഴിയിലോട്ട് പോകാൻ ഇടയാകാതെ ഇടയന്മാർ അവരെ കാത്തിരിക്കുകയാണ്. ആടുകൾക്ക് ഇടയന്മാരുണ്ടെന്ന്. ഒരു കാലത്ത് ഇടയന്മാരില്ലായിരുന്നു, യേശു ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സഭയെന്ന് പറയുന്നത് എല്ലാവർക്കും സംരക്ഷണമുള്ള ഒരാട്ടിൻ പറ്റത്തിൻ്റെ ഒരു സമൂഹമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പിതാവ് ആകർഷിച്ച് പുത്രൻ്റെ അടുക്കൽ വന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞ, പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല.
എല്ലാവരും പിതാവിനാൽ പുത്രൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ്. അപ്പോൾ നാം തിരഞ്ഞെടുക്കപ്പെട്ടത് പിതാവിനാൽ, ഏൽപ്പിക്കപ്പെട്ടത് പുത്രൻ്റെ കയ്യിൽ. നാം സുരക്ഷിതരാണ്. നമ്മെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. സകല രോഗത്തിൽ നമ്മൾ പുറത്തു വരും. സകല ബന്ധനങ്ങളെ നാം കുടഞ്ഞുകളയും. പൗലോസ് കയ്യിൽ നിന്ന് അണലിയെ കുടഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ കയറി പറ്റുന്ന എല്ലാ പ്രശ്നങ്ങളെയും നാം യേശുവിൻ്റെ നാമത്തിൽ കുടയും. വിശ്വാസം. യേശു പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ പിതാവ് ആകർഷിക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകും. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർ, ദൈവത്താൽ വരുന്നവർ വിശ്വസിക്കും. അതായിരുന്നു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, മത്തായി, അന്ത്രയോസ് എല്ലാം. അവരെല്ലാം പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരാണ്. അല്ലാതെ അപ്പം തിന്നാൻ വന്നവരാണ് ഈ കൂട്ടര്. ഇവർക്ക് അടയാളങ്ങൾ വേണം. അടുത്തത് താഴോട്ട് വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. എൻ്റെ അടുക്കൽ പിതാവ് അയച്ച, പിതാവ് എനിക്ക് തന്നതിന് എല്ലാം ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇത് കേൾക്കുമ്പോൾ ഈ ലിസ്റ്റിലുള്ളവരെല്ലാം ആമേൻ പറയണം. അല്ലാതെ അപ്പം തിന്ന് അടയാളം കണ്ടു വന്നവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇട്ടേച്ച് പോകും. എന്നാൽ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കറിയാം പിന്മാറാൻ കഴിയില്ല. ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നാലും നശിക്കാൻ കഴിയില്ല. വീണ്ടും കർത്താവിലേക്ക് തിരിയും. നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ, യേശുവിലല്ലാതെ, വചനത്തിലല്ലാതെ, പരിശുദ്ധാത്മാവിലല്ലാതെ നമുക്ക് പിന്മാറാൻ കഴിയില്ല. നോ ടേണിംഗ് ബാക്ക്. ചെറിയ പിന്മാറ്റങ്ങൾ വന്നാൽ ഉടനെ പത്രോസിനെ പോലെ തിരിഞ്ഞു വരും. സാത്താൻ കോതമ്പ് പോലെ പാറ്റും. എന്നാൽ നമ്മുടെ വിശ്വാസം പോകാതിരിപ്പാൻ യേശു നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. നാം തിരിഞ്ഞു വരും. ബാക്കിയുള്ളവരെ കൂടി ഉറപ്പിക്കും. ഇന്നത് കേൾക്കുന്ന പലരും പിന്മാറ്റത്തിലാണ്. നിങ്ങൾ തിരിയും. കാരണം നിങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല. കാരണം നിങ്ങൾ യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോയി. പിതാവ് നിങ്ങളെ കൊണ്ടുവന്നതാണ്. നിങ്ങൾ വെറുതെ വന്നതല്ല, ദൈവം ആകർഷിച്ചു കൊണ്ടുവന്നവരാണ്. നിങ്ങൾക്ക് പിന്മാറി ജീവിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഞാൻ ചിലരെ നോക്കി ദൂത് പറയുകയാണ്, നിങ്ങൾ തിരിച്ചു വരും. പോയവരെല്ലാം തിരിച്ചു വരും. കർത്താവിൽ നിന്ന് പോയ പലരും തിരിച്ചു വരും. നിങ്ങളെക്കുറിച്ച് പ്രത്യേകം ഇത് കേൾക്കുന്ന നിങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ വന്നിരിക്കും, നിങ്ങൾ മടങ്ങി വരും, നിങ്ങൾ രൂപാന്തരപ്പെടും, നിങ്ങൾ സമാധാനം കൊണ്ട് നിറയും. നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് കർത്താവ് തിരിച്ചു തരും. പച്ചപ്പുഴുവും തുള്ളനും വിട്ടിലും വെട്ടുക്കിളിയും എല്ലാം കുത്തിക്കളഞ്ഞ ഒരു കുറേ കാലമുണ്ട്, വേസ്റ്റായി പോയത്. അതെല്ലാം കർത്താവ് നിങ്ങൾക്ക് തിരിച്ചു തരും. നിങ്ങൾ പുറകിൽ കിടക്കില്ല, നിങ്ങൾ മുന്നിൽ വരും. നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ മുൻനിരയിലെത്തും. നിങ്ങളോട് ഞാൻ പ്രവചിക്കുകയാണ്. കാരണം നിങ്ങളെ കർത്താവ് കണ്ടതാണ്. ജീസസ് എവരിഡേ കേൾക്കുന്ന എല്ലാവരും വെറുതെ വരുന്നവരല്ല, കർത്താവിനാൽ സ്പർശിക്കപ്പെടുന്നവരാണ്. നിങ്ങളെക്കുറിച്ച് യേശുവിന് വലിയ പദ്ധതിയുണ്ട്. പ്രൈസ് ജനറേഷൻ എന്ന കൂട്ടായ്മ നിങ്ങൾക്ക് വേണ്ടി യേശു ഒരുക്കിയതാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തിൻ്റെ നായകനായ, പൂർത്തി വരുത്തുന്ന യേശുവിനെ മുറുകെ പിടിക്കാം. ജയകരമായ ജീവിതം നയിക്കാം. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട എല്ലാവരും അവരുടെ പിന്മാറ്റങ്ങളിൽ നിന്ന് മടങ്ങി വരട്ടെ. എന്തിലൊക്കെയോ സ്റ്റക്കായി കിടക്കുന്നവർ പുറത്തു വരട്ടെ. ഏതൊക്കെ കെണിയിൽ പോയി ചാടിയവർ യേശുവിൻ്റെ നാമത്തിൽ ആ കെണിയെ ഞാനിപ്പോൾ പൊട്ടിക്കുന്നു, സ്വതന്ത്രമാകട്ടെ. അഡിക്ഷനിൽ നിന്ന് പലരും പുറത്തു വരട്ടെ. മാരകമായ ലഹരിക്കടിമയായി പോയവർ പോലും പുറത്തു വരട്ടെ. തെറ്റായ ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവർ ഇപ്പോൾ അതിൽ നിന്ന് യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. ഒരിക്കലും എനിക്ക് പുറത്തു വരാൻ കഴിയാതെ ഞാൻ കുരുങ്ങി എന്ന് പറയുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ പൈശാചിക കുരുക്കിനെ ഞാൻ പൊട്ടിക്കുന്നു. അവർ സ്വതന്ത്രമാകട്ടെ. പുത്രന് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ അവർ സാക്ഷാൽ സ്വതന്ത്രരാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ സ്വതന്ത്രമാക്കുന്നു. ഫ്രീ ആകട്ടെ. ഇത് കേൾക്കുമ്പോൾ തന്നെ ദൈവശക്തി അവരെ തൊടട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. വാതിലുകൾ തുറക്കട്ടെ.
യേശുവിലേക്ക് അവർ ഓടി വരട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. നിങ്ങൾ കർത്താവിൻ്റെ മക്കളാണ്. പിതാവ് തിരഞ്ഞെടുത്തതാണ്, പുത്രൻ്റെ കയ്യിൽ കൊടുത്തതാണ്. പുത്രൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നു. ദൂതന്മാർ നിങ്ങൾക്ക് ചുറ്റും കാവലുണ്ട്. മന്ത്രവാദമോ ആഭിചാരമോ നിങ്ങളെ തൊടുകയില്ല. കർത്താവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യോഹന്നാൻ്റെ സുവിശേഷം ഇനിയും തിങ്കളാഴ്ച തുടരാം. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 8 മണിക്കുണ്ട്. നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നേരിട്ട് കടന്നു വരിക. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുമിച്ച് നേരിട്ട് നിങ്ങളെ ഒന്ന് കാണാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.